ആർക്കെതിരായിട്ട്? അത് പിന്നെ സംശയം അറിഞ്ഞ അദ്ദേഹത്തിന് പിന്നെ പറഞ്ഞാ ഇല്ല, തുറക്കേണ്ടവരൊന്നും വന്നില്ല. ഒരു കാര്യമില്ല, തുറക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞാണ് ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഞങ്ങൾക്ക് യാതൊന്നും മറച്ചു വെക്കാനില്ല. അത് ഞാൻ മിനിഞ്ഞാൽ 2-3-4 ദിവസം മുമ്പേ പറഞ്ഞു. അപ്പോൾ ഇന്നലെ കുഞ്ഞീഷ്ണൻ എടുത്ത നിലപാട്, കുഞ്ഞീഷ്ണനെ പാർട്ടി പുറത്താക്കിയതാണ്. പിന്നെ കുഞ്ഞീഷ്ണനെ പാർട്ടി പുറത്താക്കി കുഞ്ഞീഷ്ണനെ മഹത്വവൽക്കരിച്ചിട്ടാണോ സംസാരിക്കുക? വിമർശനാത്മകമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ചീത്ത പറയാനൊന്നും പോയിട്ടില്ല. നല്ല രീതിയിൽ പയ്യന്നൂരിൻ്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയോ ഒരു കുഞ്ഞീഷ്ണന് സാധിക്കില്ല എന്ന കൃത്യമായ കാര്യം ഞാൻ പറഞ്ഞു. അതിൻ്റെ കൂടി പ്രതികരണമാണ് ഇന്നലത്തെ സ്വീകരണ യോഗം എന്നും പറഞ്ഞു. അത്രയേ പറഞ്ഞിട്ടു. വെല്ലുവിളിക്കൊന്നും അതൊന്നും ഇരടുകാരനെ പോകുന്നില്ല. ആര് വെല്ലുവിളി? ആരാ വെല്ലുവിളിക്കുക? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരാൾ പിന്നെ എന്ത് വെല്ലുവിളി വിളിക്കുക? ഞങ്ങളതൊന്നും അന്വേഷിക്കാനേ പോകുന്നില്ല, അന്വേഷിക്കാൻ പോകുന്നില്ല എന്ന് മലയാളിലെ പറയുന്നു. ഏത് കണക്കും? കണക്കെല്ലാം ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. മനസ്സില്ല പോരെ? കുഞ്ഞീഷ്ടം പറയുന്ന ചോദ്യം കൊണ്ട് പുറപ്പെട്ടിരിക്കുക ചെറിയ ആൾ. നിങ്ങൾ കുറേ കൊല്ലം നടക്കും, അത് അത്രയൊന്നും കാലം നടക്കില്ല, വളരെ ചുരുക്കം സമയം കൊണ്ട് അവസാനിക്കും. ഏതാ, ഏഷ്യാനെറ്റാണോ? അല്ലാതെ ചോദിച്ചത് റിപ്പോർട്ടർ. ശരി, ഇല്ല കുഞ്ഞീഷ്ടം പറയുന്നത് ചർച്ചയില്ല.